നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. പ്രതീക്ഷയുടെ ഒരു പുതുവെളിച്ചം പോലെയാണ് UN രക്ഷാസമിതി ഒരു പ്രമേയം ഇന്നലെ പാസാക്കിയത്. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയമാണ് UN രക്ഷാസമിതി അംഗീകരിച്ചത്. ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അടിയന്തരമായി നിർത്തണമെന്നുള്ള ആവശ്യമാണ് പ്രമേയം മുന്നോട്ട് വെച്ചത്. ഒപ്പം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനോ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതിനുള്ള ഇറാൻ നീക്കങ്ങളെയും ഭീഷണികളെയും ഒക്കെ രക്ഷാസമിതി അപലപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘർഷ സാഹചര്യം ഇനി അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് ലോകം പോവുകയാണ്. ഇതോടൊപ്പം സംസ്ഥാനത്തേക്ക് വന്നാൽ, രാജ്യത്തേക്ക് തന്നെ വന്നാൽ ഈ പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് വലിയ ആശങ്കയായി മാറുകയാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്കും ഒപ്പം തന്നെ വാണിജ്യ ഉപഭോക്താക്കളെ വലിയ രീതിയിൽ അത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലേക്ക് വന്നാലോ വലിയ പ്രതീക്ഷയോടെ മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ വരാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ എല്ലാ മുന്നണികളിലും ഉള്ളത്. ചിലരൊക്കെ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ, അതിൽ ചില വാർത്താ സമ്മേളനങ്ങളൊക്കെ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. CPM നേതൃത്വത്തിന് വഴങ്ങാതെ G സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചേക്കും. വാർത്താ സമ്മേളനം രാവിലെ 11 മണിക്ക്. തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് BJP പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് അംഗീകാരം നൽകും. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി ചർച്ച നാളെ. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി തുടരുന്നു. പലയിടത്തും ഹോട്ടലുകൾ അടച്ചു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആശങ്ക വേണ്ടെന്ന് കേന്ദ്രം. സംസ്ഥാനങ്ങളിൽ LPG വിതരണം നിരീക്ഷിക്കാൻ ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം. സംഘർഷം അവസാനിപ്പിക്കാൻ 3 ഉപാധികളുമായി ഇറാനിൽ ആക്രമണം നടത്തരുതെന്നും നാശനഷ്ടങ്ങൾക്ക് പരിഹാരം വേണമെന്നും ആവശ്യം. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരായി പ്രമേയം അംഗീകരിച്ച് UN രക്ഷാസമിതി. പ്രമേയത്തെ അനുകൂലിച്ച് 13 രാജ്യങ്ങൾ, വിട്ടുനിന്ന് റഷ്യയും ചൈനയും. പ്രമേയം പക്ഷപാതപരമെന്ന് ഇറാൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിനോട് വിശദീകരണം തേടി CPM ജില്ലാ നേതൃത്വം. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് കത്തിൽ. വിശദീകരണം ലഭിച്ച ശേഷം നടപടിക്ക് സാധ്യത. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രാഥമിക അന്വേഷണം നടത്താൻ നീക്കം. ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്കും ഉപമുഖ്യമന്ത്രി സുരേന്ദ്ര ചൗധരിക്കും നേരെ വധശ്രമം. വിവാഹ ചടങ്ങിനിടെ വെടിയുതിർത്ത അക്രമി പിടിയിൽ. രക്ഷയായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ. UEFA ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ പ്രീ ക്വാർട്ടറിൽ റയൽ മാഡ്രിഡിന് ജയം. മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തത് എതിരില്ലാത്ത 3 ഗോളിന്. ചെൽസിക്കെതിരെ PSG ജയം. ആഴ്സണൽ ലെവർകൂസൻ മത്സരം സമനിലയിൽ. മൗനം വെടിഞ്ഞ് മുതിർന്ന CPM നേതാവ് G സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊള്ളുന്നതെങ്കിൽ പാർട്ടിക്കത് വലിയ തലവേദനയാകും എന്നതിൽ ഒരു സംശയവും വേണ്ട. കോൺഗ്രസ് പിന്തുണ നൽകും എന്ന സൂചന നൽകിയ സാഹചര്യത്തിൽ സുധാകരന് പറയാനുള്ളത് എന്താണ് എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും ഒരുപക്ഷെ G സുധാകരൻ പറയുക. അജയ് നാഥാണി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. അജയ്, രാഷ്ട്രീയപരമായി വലിയ ഒരു പ്രതിസന്ധി CPM ഉണ്ടാക്കാൻ പോവുകയാണ് G സുധാകരൻ. G സുധാകരന്റെ വാർത്താ സമ്മേളനത്തിൽ ആകാംക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമെന്ന പ്രഖ്യാപനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഖില, തീർച്ചയായും ഒരാഴ്ച നീണ്ടു നിന്നിരുന്ന ഒരു മൗനത്തിനാണ് ഇന്ന് അവസാനമാകുന്നത്. 11 മണിയോടുകൂടി തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് G സുധാകരൻ അറിയിച്ചത്. അദ്ദേഹം ഇന്നലെ രൂപീകരിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതായത് ആലപ്പുഴ ജില്ലയിലെ മാധ്യമപ്രവർത്തകരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ചൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലാണ് രാത്രി ഇന്ന് 11 മണിക്ക്
മാധ്യമങ്ങളെ കാണുമെന്ന് ഇന്നലെ രാത്രി സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അവസാന ഘട്ടം എന്ന നിലയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അതിൽ ആർ നാസർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MLA-മാരുമായിട്ടുള്ള PP ചിത്രരഞ്ജൻ, ഒപ്പം HSLM MLA ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ഒഴിവായിരുന്നു. ബാക്കി CS സുജാതയുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഇവർ ഒഴികെയുള്ള ഈ 3 പേരൊഴികെയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ CS സുജാതയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി ഏറെ വൈകി സുധാകരനെ കാണുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴും തൻ്റെ നിലപാടിൽ നിന്ന് സുധാകരൻ മാറിയിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിക്ക് സുധാകരൻ മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും സുധാകരന് പറയാനുള്ളത് എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നുള്ളതും ഏറെ ചർച്ചാ വിഷയമാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് പിന്തുണ നൽകുമോ, പിന്തുണ നൽകിയാൽ ആ പിന്തുണ സുധാകരൻ സ്വീകരിക്കുമോ എന്നുള്ളതും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചോദ്യമാണ്. മറ്റൊരു പ്രധാന കാര്യം സൂചിപ്പിക്കാനുള്ളത്, സുധാകരനെ സംബന്ധിച്ച സുധാകരൻ്റെ സഹോദരൻ രക്തസാക്ഷിയാണ്. അത് KSU പ്രവർത്തകർ കൊലപ്പെടുത്തിയ G. ഭുവനേശ്വരനാണ് സുധാകരൻ്റെ സഹോദരൻ. സ്വാഭാവികമായും ആ ഒരു പാളയത്തിലേക്ക്, സഹോദരനെ കൊന്ന ആളുകളുടെ പാളയത്തിലേക്ക് സുധാകരൻ പോകുമോ എന്നുള്ളതും ഏറെ ഗൗരവതരമായിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായിരിക്കും ഒരു പക്ഷേ സുധാകരൻ പോയാൽ CPM-നെ സംബന്ധിച്ച് പ്രധാന രാഷ്ട്രീയ ആയുധം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായി CPM ഉപയോഗിക്കുന്ന പ്രധാന ആയുധവും അതുതന്നെയായിരിക്കും. സ്വാഭാവികമായും ഗൗരിയമ്മയുടെയും VS-ൻ്റെ എല്ലാ വിഷയത്തിൽ സുധാകരൻ സ്വീകരിച്ച നിലപാട് ഉൾപ്പെടെ CPM ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും സുധാകരനെ സംബന്ധിച്ച് വലിയ അവഗണന നേരിട്ട ഒരു കാലഘട്ടമുണ്ട്. അതായത് സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായതിനു ശേഷം സുധാകരന് ജില്ലയിലെ പാർട്ടി ആകെ തന്നെ വലിയ അവഗണന നൽകി എന്നുള്ളതാണ് സുധാകരൻ ആരോപിക്കുന്ന കാര്യം. അതിനൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും സുധാകരനെ അവഗണിച്ചു. പല CPM പരിപാടികളിലും സർക്കാർ പരിപാടികളിലും സുധാകരനെ ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സുധാകരൻ തുടങ്ങി വെച്ച പല പരിപാടികളിലും സുധാകരൻ അതിനുശേഷം ആ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിലൊന്നും സുധാകരൻ ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഒപ്പം പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പോലും സുധാകരൻ തറക്കല്ലിട്ട പരിപാടി, അതിൻ്റെ ശിലാഫലകം ഉൾപ്പെടെ അവിടുന്ന് എടുത്തു മാറ്റുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ സുധാകരനെ അവഗണിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് CPM നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ CPM പ്രവർത്തകർ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും, ആ പരാമർശങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടും നേതൃത്വം ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ, പരാതികൾ സുധാകരനുണ്ട്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിലാണ് MV ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്കൊരു പരാമർശം ഉണ്ടാകുന്നത്. അതായത് സുധാകരന് ഒരു പരിഗണന നൽകില്ല എന്ന ഒരു പരാമർശം MV ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതെല്ലാം ചേർത്ത് വെച്ചാണ് സുധാകരനൊടുവിൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന നിലപാടിലേക്ക് എത്തുകയും ഒടുവിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് 11 മണിക്ക് പറവൂരിലെ തൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 11 മണിക്ക് കൃത്യമായി നിലപാട് വ്യക്തമാക്കും. ഏതാണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് ശേഷം തുടരെ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കാണുമെന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. പക്ഷേ അതെല്ലാം ഈ CPM ഒരു അനുനയ നീക്കമെല്ലാം ഉണ്ടാകുമെന്നൊരു അർത്ഥത്തിലായിരിക്കാം എന്ന് നാം കരുതുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ സുധാകരനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നാം മനസ്സിലാക്കുന്നത്. എന്തായാലും 11 മണിക്ക് സുധാകരൻ എന്താണ് രാഷ്ട്രീയ കേരളത്തോട് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. അത് ഒരുപക്ഷെ CPM-നുള്ള കടുത്ത വെല്ലുവിളിയാകുമോ, മറിച്ച് കോൺഗ്രസിന് അതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്താ സമ്മേളനം മാറും എന്നുള്ളത് അറിയാൻ ഇനി കേവലമായ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അഖില, ശരി, അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. G. സുധാകരന്റെ വാക്കുകൾക്കായി കാതോർക്കുകയാണ് കേരളം. പക്ഷേ അവിടെയും G. സുധാകരൻ ഒരു പക്ഷേ അനുനയ നീക്കങ്ങൾക്കൊന്നും ഇതുവരെ വഴങ്ങിയില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി അടക്കം സംസാരിച്ച സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാടെടുക്കാതിരുന്നാൽ അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ വിജയമായിരിക്കും. പക്ഷേ അജയ് സൂചിപ്പിച്ചതുപോലെ മത്സരിക്കാൻ സുധാകരൻ തീരുമാനിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതോടൊപ്പം BJP-യുടെ കാര്യത്തിലേക്ക് വന്നാൽ BJP പാർലമെന്ററി ബോർഡ് യോഗം ചേർന്ന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകുകയാണിന്ന്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷന്മാരായ V. മുരളീധരൻ, K. സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, P. K. കൃഷ്ണദാസ് തുടങ്ങിയവർ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തും. കഴിഞ്ഞ ദിവസം JP നദ്ദയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാഥമിക ചർച്ചകളും തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ച ചെയ്തിരുന്നു. BJP 100 സീറ്റുകളിൽ മത്സരിക്കാനും ഘടകകക്ഷികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കണമെന്നുമാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ ഇങ്ങനെ തുടരുകയാണ്. 31 പേരുടെ പട്ടികയ്ക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. 2ാം ഘട്ട സ്ഥാനാർത്ഥി ചർച്ചകൾ നാളെ നടക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ആദ്യഘട്ടത്തിൽ ഒരു 31 പേരുടെ പട്ടികയ്ക്ക് അന്തിമ അംഗീകാരമായിരിക്കുന്നു. ഇനി 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ള ഇതിന്റെ ഭാഗമായാണല്ലോ ഈ നീക്കങ്ങൾ.
അതിലെ ഇന്നലെ ചേർന്ന കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി 31 പേരുകളുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇന്നലെ വി.ഡി. സതീശനും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പ്രതികരിച്ചത് അഖില ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ തുടർന്ന് ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തി വരികയായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെയും രാഹുലിന്റെയും അധ്യക്ഷതയിൽ നേതൃത്വത്തിൽ കേരളത്തിലെ നേതാക്കളും കൂടി പങ്കെടുത്തുകൊണ്ട് വി.ഡി. സതീശനും സണ്ണി ജോസഫും കൂടെ പങ്കെടുത്തുകൊണ്ടുള്ള കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നത്. ഇതിൽ 2 സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു സംസ്ഥാന നേതൃത്വം മുൻപോട്ട് വെച്ചത്. ആകെ 50 പേരുടെ പട്ടിക വെച്ചു. അതിൽ ആദ്യ പട്ടികയ്ക്ക് 31 സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ട പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. സിറ്റിംഗ് എംഎൽഎമാരിൽ രാഹുൽ മങ്കൂട്ടത്തിൽ, കൂടാതെ കെ ബാബു, എൽദോസ് കുന്നപ്പള്ളി എന്നിവരാണ് നിലവിൽ ആദ്യ പട്ടികയിൽ ഇല്ലാത്തത്. കൂടാതെ നിലവിലെ എംപിമാരാരും ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. അതായത് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ചില എംപിമാർ മത്സരിക്കുന്നതിൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലെങ്കിലും മത്സരിക്കുമെന്ന പ്രഖ്യാപനം കെ സുധാകരൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആദ്യ പട്ടികയിൽ നിലവിലെ എംപിമാർ ആരും ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വ്യക്തമാക്കിയത്. 2ാം ഘട്ട ചർച്ചകൾക്ക് നാളെ തുടക്കമാകും. ഒപ്പം തിരുവനന്തപുരം സീറ്റ് CMPക്ക് വിട്ടു നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം കഴിഞ്ഞ യോഗത്തിൽ ചർച്ചയായി. CMP ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഖില. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ഒരുപടി മുന്നേ പോകാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. അടുത്ത് ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. ഇനി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ വാർത്തയിലേക്കാണ് വരുന്നത്. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി തുടരുകയാണ്. പലയിടത്തും ഹോട്ടലുകൾ അടച്ചു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആശങ്ക വേണ്ട എന്നാണ് പക്ഷേ കേന്ദ്ര നിലപാട്. സംസ്ഥാനങ്ങളിലെ LPG വിതരണം നിരീക്ഷിക്കാൻ ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, വലിയ ആശങ്ക ഈ പാചകവാതകത്തെ സംബന്ധിച്ച്, വാണിജ്യ സിലിണ്ടറുകളെ സംബന്ധിച്ച്, ഒപ്പം തന്നെ ഗാർഹിക സിലിണ്ടറുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. പലർക്കും ബുക്ക് ചെയ്താൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഗാർഹിക സിലിണ്ടറുകളെ സംബന്ധിച്ചുള്ളത്. അതേസമയം വാണിജ്യ സിലിണ്ടറുകളാണെങ്കിൽ കിട്ടാനേ ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഹോട്ടലുകൾ തന്നെ പൂട്ടേണ്ട സാഹചര്യമാണല്ലോ സംസ്ഥാനത്ത്. തീർച്ചയായും അഖില, ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോട്ടലിന് മുന്നിലാണ്. കാരണം ഈ ഹോട്ടലുകളാണ് ഏറ്റവും പ്രധാനമായും ഹോട്ടലുകളും ഒപ്പം തന്നെ ഈ ക്യാൻറ്റീനുകൾ, ഒപ്പം തന്നെ ഈ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതലായി ഈ ഒരു പാചകവാതക സിലിണ്ടറിൻ്റെ ഒരു പ്രതിസന്ധി രൂക്ഷമായി ബാധിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് കുമാർ കഫേ എന്ന് പറയുന്ന തിരുവനന്തപുരത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ ഏറെ പാരമ്പര്യമുള്ള ഒരു ഹോട്ടൽ കൂടിയാണ്. അവരും ആ ഒരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി തന്നെ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇവർ പോവുകയാണ്. കാരണം ഇന്നിപ്പോൾ തന്നെ സിലിണ്ടറുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇന്നത്തെ ഒരു അടുത്ത ദിവസത്തേക്ക് പോകുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുമെന്ന് കൂടി അവർ പറയുന്നുണ്ട്. എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്ന ഇവിടുത്തെ ക്യാഷ്യർ കൂടിയിട്ടുള്ള സുദേവനാണ്. എത്രത്തോളം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്യാസിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ട്? വളരെ കൂടുതൽ സിലിണ്ടറുകൾ ആവശ്യമുള്ള ഒരു മേഖല കൂടിയാണല്ലോ. ഇന്നലെ വരെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയായിരുന്നു. ഇന്ന് നമ്മളത് വിറകടുപ്പിലോട്ട് മാറിയിട്ടുണ്ട്. കാരണം നേരത്തെ നമുക്ക് കാറ്ററിംഗ് സർവീസ് ഉള്ളതുകൊണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ഇപ്പോൾ വിറകടുപ്പിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തുറന്നിരിക്കുന്നത്. പെട്ടെന്ന് ഇത്രയും വിറക് സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് ആണ്. എന്നാലും സംഘടിപ്പിച്ചിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമുക്ക് രാവിലെ തന്നെ എല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ട്. വരുന്നവർക്കെല്ലാം പ്രഭാത ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇതുതന്നെയാണ് മുമ്പ് മുതൽ തന്നെ അവർ വിറകടുപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം അവർ കരുതി പോകുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ സാധനങ്ങളുടെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നമുക്ക് ഇവിടുത്തെ ചീഫ് കുക്ക് അനിൽകുമാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ ആ പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിയും. എത്രത്തോളം ഗ്യാസ് സിലിണ്ടറുകളാണ് നമുക്ക് ഒരു ദിവസം വേണ്ടി വരിക? ഒപ്പം തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധി എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? നമ്മളെ ഇപ്പോൾ വലുതായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളത് തരണം ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് സ്റ്റോക്കുള്ളത് ഇപ്പോൾ അവർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10-20 കുറ്റി നമുക്ക് ഡെയിലി ആവശ്യമുള്ളതാണ്. ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അത് അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും മാർഗം നമ്മൾ നോക്കുന്നുണ്ട്. കൂടുതൽ വിഭവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹോട്ടലിന് തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വിഭവങ്ങളുടെ ഒരു പ്രത്യേകതയും സ്വാദുമൊക്കെയാണ്. അപ്പം ആ വിഭവങ്ങൾ കുറയ്ക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്?
അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമുക്കിപ്പം 4 ഒഴിക്കാൻ കൊടുക്കുന്നതും പിന്നെ 4 കറികൾ കൊടുക്കുന്നതും അതിനെക്കുറിച്ച് കുറച്ച് ഉപഭോക്താക്കൾക്ക് അത് നല്ല രീതിയിൽ ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ഇത് നമ്മൾ നോക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവിടെ എല്ലാ ഹോട്ടലുകളും സംസ്ഥാനത്ത് തന്നെ എന്നല്ല രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഹോട്ടലുകൾ, ക്യാൻറ്റീനുകളൊക്കെയാണ് ഏറ്റവും പ്രധാനമായും ഈ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. വീടുകളിലേക്ക് അത് ചില സ്ഥലങ്ങളിലൊക്കെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും 1 സിലിണ്ടറൊക്കെയുള്ള വീടുകളിലൊക്കെയാണ് ഇത് കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട ഇത്തരം കേന്ദ്രങ്ങൾ, റെസ്റ്റോറൻറ്റുകളിലൊക്കെയാണ് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിഭവങ്ങൾ കുറച്ച് ഉള്ളതുകൊണ്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് അവർ നീങ്ങുകയാണ് എന്നുകൂടി അവർ പറയുന്നു. മറ്റ് പലയിടങ്ങളിലും ഹോട്ടലുകൾ പൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് തന്നെയാണ്. പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കത്തയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേന്ദ്രത്തിന്. എന്നാൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ചീഫ് സെക്രട്ടറിമാർക്ക് നൽകിയിട്ടുണ്ട്. ഇവ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്, തുടരുകയുമാണ്. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ പ്രതിസന്ധി വളരെ വേഗം അവസാനിക്കണം, അല്ലെങ്കിൽ അത് അടുപ്പ് പുകയുന്നതിലേക്ക് വലിയ തോതിൽ ബാധിക്കും. കാരണം ഇപ്പോൾ നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ വിറകടുപ്പൊക്കെ വളരെ കുറവാണ്. എല്ലാവരും ഗ്യാസിലൊക്കെയാണ് അവരുടെ ജോലിയെല്ലാം നടത്തുന്നത്. അതിനു വേണ്ടിയുള്ള ഗ്യാസ് മുൻകരുതലായി സൂക്ഷിക്കുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തവർ വലിയ പ്രതിസന്ധിയിലായിട്ടുമുണ്ട്. ഇനി ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക യുദ്ധം അവസാനിക്കുന്നുവെന്ന സൂചനകൾ പുറത്തു വരികയാണ്. സംഘർഷം അവസാനിപ്പിക്കാൻ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇറാനിൽ ആക്രമണം നടത്തരുതെന്നും നാശനഷ്ടങ്ങൾക്ക് പരിഹാരം വേണം എന്നുമുള്ള ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരായി പ്രമേയം അംഗീകരിച്ച UN രക്ഷാസമിതി പ്രമേയത്തെ അനുകൂലിച്ച് 13 രാജ്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പ്രമേയം പക്ഷപാതപരമാണ് എന്നാണ് ഇറാൻ വാദിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഐശ്വര്യ വിശദാംശങ്ങൾ നൽകും. ഐശ്വര്യ, ഒരു പ്രതീക്ഷയോടെ ലോകം കാണുകയാണ്. കാരണം നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഊർജ്ജ പ്രതിസന്ധി, വാതക പ്രതിസന്ധി ഒക്കെ നിൽക്കുകയാണ് ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇത് അവസാനിച്ചാൽ മാത്രമേ എല്ലാം സാധാരണഗതിയിലേക്ക് വരൂ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുണ്ട് ലോകത്തിന്. ഈ UN രക്ഷാസമിതി അംഗീകരിച്ചതോടുകൂടി ഗൾഫിലേക്കുള്ള ആക്രമണം ഇറാൻ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒപ്പം ഇറാനും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അതെ അഖില, നമുക്കറിയാം ഇപ്പോൾ നമുക്കൊരു അന്നം മുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം ഈ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം തന്നെയാണ്. അത് നമ്മൾ ഇവിടെ വരെ ബാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ രജിത്തിൻ്റെ റിപ്പോർട്ടിലും കണ്ടത്. ഇപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരുന്ന, അല്ലെങ്കിൽ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് UN രക്ഷാസമിതിയിൽ ഈ ഒരു പ്രമേയം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബഹ്റൈനാണ് ഈ ഒരു പ്രമേയത്തെ UN സുരക്ഷാ കൗൺസിലിൽ അവതരിപ്പിക്കുന്നത്. 135 രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ബഹ്റൈൻ ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഈ ബഹ്റൈൻ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കൂടാതെ ലോക സമാധാനത്തിന് തന്നെ ഭീഷണി ആണ് എന്നുമാണ് ബഹ്റൈൻ വാദിച്ചത്. ഈ ഒരു ബഹ്റൈൻ്റെ ഈ ഒരു വാദത്തെ UN സുരക്ഷാ കൗൺസിൽ അംഗീകരിക്കുകയാണുണ്ടായത്. കൂടാതെ ഈ ഒരു ഇറാന്റെ ആക്രമണത്തെ UN സുരക്ഷാ കൗൺസിൽ അപലപിക്കുകയും ചെയ്തു. കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും കൂടാതെ ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു സംഘർഷം മാറിയിരിക്കുകയാണ് എന്നുമാണ് UN സുരക്ഷാ കൗൺസിൽ ഈ ഒരു പ്രമേയം അവതരിപ്പിച്ച സമയത്ത് വാദിച്ചത്. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക്, ഹോർമൂസ് അടയ്ക്കുകയോ അതുവഴിയുള്ള ഈ ഒരു കടത്ത് തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് ലോക സമാധാനത്തെ, ലോകക്രമത്തെ തന്നെ ബാധിക്കുന്നു എന്നാണ്, അപലപിക്കുന്നു എന്നാണ് UN സുരക്ഷാ കൗൺസിൽ വാദിച്ചത്. അതേസമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സുരക്ഷാ കൗൺസിലിൽ ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ സൈനിക നടപടികളെ പരാമർശിച്ചില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രമേയം പക്ഷപാതപരമെന്നാണ് ഇറാൻ വക്താവ് വാദിച്ചത്. കൂടാതെ 13 രാജ്യങ്ങൾ ഈ ഒരു പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇറാനോടൊപ്പം നിൽക്കുന്ന, അനുകൂലിക്കുന്ന നിലപാടുകളാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു സമയത്ത് ഇവർ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവർ അനുകൂലിച്ചിരുന്നു എങ്കിൽ കാര്യങ്ങൾ ചിലപ്പോൾ മാറി മറിഞ്ഞിരുന്നതിന്. കാരണം ഇവർക്ക് സ്ഥിരാംഗത്വം ഉള്ളവരാണ് UN സുരക്ഷാ കൗൺസിലിൽ. പക്ഷേ ഇവർ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഒരു പ്രമേയം ഇപ്പോൾ UN സുരക്ഷാ കൗൺസിലിൽ പ്രമേയം പാസ്സായിരിക്കുകയാണ്. ഈ അനുകൂലിച്ച രാജ്യങ്ങളോട് ബഹ്റൈൻ വക്താവ് നന്ദി പറയുകയും ലോക സമാധാനത്തിന് കൂടെ നിൽക്കുന്നതിന് എപ്പോഴും ബഹ്റൈൻ കടപ്പെട്ടിരിക്കുമെന്നാണ് ഈ ഒരു വക്താവ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം,
എങ്ങനെയാണ് ഇനി ഇറാൻ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ഈ ഇറാന്റെ സമാധാനത്തിനായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ 3 ഉപാധികൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് ഞങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക, അവകാശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക, കൂടാതെ നമുക്കുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കുക, മറ്റൊരു കാര്യം ഇനി ഇടപെടാതിരിക്കുക. ഈ ഒരു കാര്യങ്ങളാണ്, ഈ 3 കാര്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെയും ഇസ്രായേലും അമേരിക്കയും ഉറപ്പ് നൽകുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പറയുന്നത്. ശരി, ഐശ്വര്യയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകുന്നത്. പ്രതീക്ഷയുടെ ലോകം കാത്തിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിക്കാൻ. പാർലമെന്റ് ഇന്നും പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ഊർജ്ജ പ്രതിസന്ധി, പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടുകൾ ലോക്സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. അതേസമയം സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം ലോക്സഭ ഇന്നലെ ശബ്ദ വോട്ടോടെ തള്ളിയിരുന്നു. പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയ്ക്കും ഉപമുഖ്യമന്ത്രി സുരേന്ദ്ര ചൌധരിക്കും ജമ്മുവിൽ ആക്രമണ ശ്രമമുണ്ടായി. ഗ്രേറ്റർ കൈലാഷ് ഏരിയയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ അക്രമി ഇവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കി. NC നേതാവ് BS ചൗഹാന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ഫാറൂഖ് അബ്ദുള്ളയും സുരേന്ദ്ര ചൌധരിയും എത്തിയത്. ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പുറത്ത് കാത്തുനിന്ന അക്രമി ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് സമീപമെത്തി വെടിയുതിർക്കുകയായിരുന്നു. പ്രതി കമാൽ സിംഗ് ജംവാളിനെ ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിനോട് വിശദീകരണം തേടി CPM ജില്ലാ നേതൃത്വം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് കത്തിൽ. വിശദീകരണം ലഭിച്ച ശേഷം നടപടിക്ക് സാധ്യതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രാഥമിക അന്വേഷണം നടത്താനും നീക്കമുണ്ട്. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, CPMനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ പ്രതിസന്ധിയായ ഒരു വിഷയമാണ്. അതിൽ CPMനെ അത്തരത്തിൽ പ്രതിസന്ധിയിലാക്കിയത് തന്നെ പത്മകുമാറും വാസുവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു നടപടിക്ക് സാധ്യതയുണ്ട്, വിശദീകരണം ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വിശദീകരണം ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞല്ലോ. എന്തായിരിക്കും ഇനി പുറത്താക്കൽ, അതായത് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായ കടകംപള്ളിയുമായുള്ള ബന്ധത്തിലും അന്വേഷണം വരികയാണല്ലോ. അഖില, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് അടുക്കുന്നു എന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴേക്കും ഈ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ഇപ്പോൾ പത്മകുമാറിന് ആണ് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. കത്ത് പോസ്റ്റ് വഴി തന്നെയാണ് കത്ത് അയച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനു മുമ്പ് തന്നെ പത്മകുമാറിനെതിരെയുള്ള നടപടിയുടെ ഭാഗമായി തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യത്തിലാണ് ഉള്ളത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്, അതിന് വിശദീകരണം നൽകണം എന്ന ഒരു കാര്യമാണ് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ ജില്ലാ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ചുള്ള കത്ത് നൽകിയിരിക്കുന്നത് എന്നതാണ്. ഇനി ജില്ലാ കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്ന മുറയ്ക്ക് നടപടിയിലേക്ക് നീങ്ങാനായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നടക്കം അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയിലെ വിഷയങ്ങളൊക്കെയും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി എടുക്കുന്ന നടപടികളൊക്കെയും അദ്ദേഹത്തിനും നേരത്തെ അറിയാൻ കഴിയുമായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഇപ്പോൾ ജാമ്യത്തിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലടക്കം പങ്കെടുക്കാനുള്ളൊരു സാഹചര്യം കൂടി തടയുക എന്നത് കരുതിക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയത്. അതിന് പിന്നാലെയാണിപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് മുഖാന്തരം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഈ നടപടിയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇപ്പോൾ വീണ്ടും കേസ് ഉയർന്നു വരുന്നുണ്ട്. അത് കേസിലെ ഒന്നാം പ്രതി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള
ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. DGPക്ക് നൽകിയ പരാതിയുടെ കാരണം കൂടി തന്നെ സാമ്പത്തികമായി തകർക്കുന്നതിനും ഒപ്പം തന്നെ കേസിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഗൂഢാലോചന നടത്തി ഭൂമി തട്ടിപ്പ് കേസിൽ തനിക്കെതിരെ കള്ളപ്പരാതി നൽകിക്കൊണ്ട് ഗൂഢാലോചന നടത്തി എന്ന പറഞ്ഞുകൊണ്ടാണ് DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഈ കേസും ഇപ്പോൾ അന്വേഷണത്തിലേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ SIT ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതടക്കം പരാതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനോടും ഇത് സംബന്ധിച്ചൊരു വിശദീകരണം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴേക്കും ഇവർക്കെതിരെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന സൂചന നൽകുക എന്നത് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് നേതാക്കളെയൊക്കെയും രക്ഷപ്പെടുത്തുന്നതിന് കുറ്റപത്രം നൽകാതെ അവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന നടപടിയിലേക്ക് പാർട്ടി പോയിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ഇത് മാറ്റി ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന സൂചന നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നടപടികൾ തുടരുകയാണ്. പത്മകുമാറിനും കടകംപള്ളി സുരേന്ദ്രനും നടപടിയെടുത്താൽ ഒരുപക്ഷെ പൊതുജനങ്ങൾക്കിടയിൽ അത് വലിയ വിശ്വാസ്യതയായി മാറാനുള്ള ഒരു സാധ്യതയാണ് CPM കാണുന്നത്. ഇടതുപക്ഷ മേധാവിത്വമുള്ള കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം BJPയുടെ വളർച്ചയിലൂടെയാണ് ശ്രദ്ധാകേന്ദ്രമാകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനവും ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന IT സമ്പദ്ഘടനയും രാഷ്ട്രീയ സാമുദായിക സംഘടനാ ശക്തിയുമാണ് മണ്ഡലത്തിൽ ജയപരാജയത്തെ നിർണ്ണയിക്കുന്നത്. തലസ്ഥാനത്ത് BJPക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള മറ്റൊരു പ്രധാന മണ്ഡലമാണ് കഴക്കൂട്ടം. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും നേർക്കുനേർ പോരാടുന്ന മണ്ഡലം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എങ്കിലും കരുത്തൻ തന്നെ കളത്തിലിറങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഇക്കുറി കഴക്കൂട്ടത്ത് തീപാറുന്ന പോരാട്ടം തന്നെയാകും ഉണ്ടാകുക. അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കഴക്കൂട്ടം. അതുകൊണ്ട് തന്നെ തൊഴിലും ജീവിത സാഹചര്യങ്ങളും വോട്ടിന്റെ ഗതിയെ സ്വാധീനിക്കുന്നു. സാമൂഹികമായും സാമുദായികമായും ഇടകലർന്ന മണ്ഡലത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നിർണായകമാണ്. ചരിത്രപരമായി ഇടതുപക്ഷത്തിന് മേൽക്കോയ്മയുള്ള മണ്ഡലത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു എതിരാളികൾ. പക്ഷേ പടിപടിയായി അടിസ്ഥാന വോട്ടുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന BJPയാണ് പിന്നീട് മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ 46% വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന ശോഭാ സുരേന്ദ്രൻ 29% വോട്ടുകൾ നേടി. മൂന്നാം സ്ഥാനത്ത് പോയ കോൺഗ്രസിന് 23% വോട്ടുകളാണ് നേടാനായത്. പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ V മുരളീധരന് മികച്ച മുന്നേറ്റം നടത്താനായി. BJPയുടെ അത്ഭുതകരമായ വളർച്ചയാണ് ഇടതുവലതു മുന്നണികൾ ആശങ്കയോടെ നോക്കുന്നത്. 2021 ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ശബരിമല യുവതീ പ്രവേശനമായിരുന്നു നേരിടേണ്ടി വന്നതെങ്കിൽ 2026 നേരിടേണ്ടി വരുന്നതും ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ഇത്തവണ കടകംപള്ളി സുരേന്ദ്രനും V മുരളീധരനും തമ്മിലെ ശക്തമായ പോരാട്ടത്തിനിടെ UDF-ൽ ആരാകും സ്ഥാനാർത്ഥി എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. യൂത്ത് കോൺഗ്രസിൽ നിന്ന് JS അഖിലിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. ഈഴവ സമുദായത്തിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ SNDPയുടെയും ശിവഗിരി മഠത്തിന്റെയും പിന്തുണ മൂന്ന് മുന്നണികളും ഉറപ്പിക്കുകയാണ്. എന്നാൽ ഇക്കുറി സിറ്റിംഗ് MLA ആയ കടകംപള്ളിക്കെതിരെ CPM പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധം ആശങ്കയോടെയാണ് പാർട്ടി കാണുന്നത്. വിയോജിപ്പുകൾ അതിജീവിക്കാൻ ജില്ലയിലെ കരുത്തനായ CPM നേതാവിന് കഴിയുമെന്ന് ഭൂരിഭാഗവും പ്രതീക്ഷിക്കുന്നു. എന്നാൽ UDF-ന് അനുകൂലമായ തരംഗമുണ്ടായാൽ ഏത് വൻമരവും വീഴുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം തങ്ങൾക്ക് കൃത്യമായി വേരോട്ടമുള്ള കഴക്കൂട്ടത്ത് വിശ്വാസ സംരക്ഷണം ഉയർത്തിയും V മുരളീധരന്റെ മണ്ഡലത്തിലെ അടിയുറച്ചുള്ള പ്രവർത്തന മികവിലൂടെയും അട്ടിമറി വിജയമാണ് BJP പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടത് ചെങ്കോട്ടയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം. പിണറായി സർക്കാരിന്റെ ഭരണം സംസ്ഥാനത്ത് വലിയ വികസനങ്ങൾ നടത്തിയെന്ന് വോട്ടർമാർ ശരിവെക്കുകയാണ്. എന്നാൽ ഭരണമാറ്റത്തിന്റെ സാധ്യതയും വോട്ടർമാർ തള്ളുന്നില്ല. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇടത് ചെങ്കോട്ടയാണ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം. മുൻ മുഖ്യമന്ത്രി EK നായനാർ ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കളെ നിയമസഭയിലെത്തിച്ച മണ്ഡലം. പിണറായി സർക്കാർ 10 വർഷം പിന്നിടുമ്പോൾ ഈ ഭരണം തുടരുമോ മാറുമോ എന്ന ചോദ്യത്തോട് തൃക്കരിപ്പൂരിലെ വോട്ടർമാർ പ്രതികരിക്കുകയാണ്. കേൾക്കാം തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന്. ഈ ഭരണം തുടരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം വെച്ചാൽ ഈ പെൻഷൻ
ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഉപകാരമാണ്. 2000 രൂപ മാസം കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പുള്ള സർക്കാർ അതുണ്ടായില്ല. ഞാനിപ്പോൾ തയ്യൽ തൊഴിലാളിയുടെ ക്ഷേമ പെൻഷനാണ് വാങ്ങുന്നത്, അതുകൊണ്ടാണ് നേരിട്ട് പറയുന്നത്. അത് നമുക്കൊരു വലിയ ഉപകാരമാണ് 2000 രൂപ കിട്ടുന്നത്. മറ്റ് വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ചെറിയ പ്രവർത്തനമൊന്നുമല്ല, ഒരുപാട് വികസനം. ഞാൻ ചെറുപ്പത്തൂരിൻ്റെ മാറ്റങ്ങൾ ഒരു ചെറിയ മാറ്റമൊന്നുമല്ല, വലിയ മാറ്റങ്ങളാണ്. ഇതെല്ലാം കൊണ്ടാണ് ഇപ്പം വയനാട് ദുരന്തം വേറെ ആയിരിക്കും ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം ആയിരിക്കും ചെയ്യാൻ പറ്റുക. കോൺഗ്രസിൻ്റെ സർക്കാരാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്കൊന്നും. ചെറിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതല്ലാണ്ട് ഇവർ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഈ പദ്ധതിയെല്ലാം ആവിഷ്കരിച്ചത്. ഇവിടെ തന്നെ ഒരു വലിയ മാറ്റമാണ്. ചെറിയ ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് റോഡെല്ലാം വളരെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ സർക്കാർ ഇനിയും തുടരണം. ഇവർ മോശം പ്രവർത്തനങ്ങൾ വന്നാൽ നമുക്ക് അന്നേരം വോട്ട് മാറ്റി കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ആരായാലും ഇത് തുടരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹം. തുടരില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവിടുത്തെ കാണുന്നില്ല, അയ്യപ്പൻ്റെ സ്വർണം കെട്ടു, പിന്നെ മൊത്തം വിലക്കയറ്റം എല്ലാം കൊണ്ടും അത് തുടരുന്ന മാതിരി തോന്നുന്നില്ല. വൻഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരും. ക്ഷേമ പെൻഷൻ അത് സാധാരണ കൊടുക്കുന്നതല്ല, അവരെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതല്ലോ, അത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടല്ലേ. ഭരണത്തിന് ആകെ പാളിച്ചകളുണ്ട്, ഒരുപാട് പാളിച്ചകളുണ്ട്. അതുകൊണ്ട് ഒരു 100 സീറ്റിലധികത്തോടെ ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരും. മാറണം തന്നെ ഒരു ചിന്താഗതി വേണ്ടത് അല്ലേ ജനങ്ങൾക്ക്. നമുക്കായാലും ഒരു മാറ്റം വേണമല്ലോ പൊതുവായിട്ട്. അല്ല ഇവർ ഭരിച്ച് ഇത്രയാക്കി, ഞാൻ മറ്റവർ ഭരിക്കുമ്പോൾ എന്താ നമുക്ക് നോക്കാം. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും മാറ്റം വരുത്തണം. ഈ ഭരണം തുടരുമോ മാറുമോ? ഈ ഭരണം അല്ലേ തരുന്നതിനെ പറയുന്നു. ഞങ്ങളിപ്പോൾ എന്താ പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, തുറന്നു പോകുന്നാണ് പറയുന്നു. പെൻഷൻ കിട്ടുന്നുണ്ട്, അത് മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഭരണം തുടരണമെന്നാണ് നമ്മളെ അഭിപ്രായം. നല്ല ഭരണമാണ്, എല്ലാ രംഗത്തും പൊതുവെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ഒരു 5 കൊല്ലം കൂടി വരണം. ഈ ഭരണം തുടരുന്നല്ലേ വേണ്ട. ഈ ഭരണം ഇനി ഇങ്ങനത്തെ ഒരു ഭരണം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ഭരണം തന്നെ വേണ്ടത്. എന്തോ ഇത് എന്ന് വെച്ചാൽ പെൻഷനെല്ലാം കൂട്ടി ഈ പാവപ്പെട്ടവർക്കെല്ലാം നല്ല നല്ല ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം ഈ സർക്കാരിൻ്റെ വകയുണ്ടായത്. കുഴപ്പമില്ല. നമ്മളെ പിണറായി സർക്കാരിന് പിന്നെയും വരണം തന്നെ, 3ാം ഭരണം കൂടെ വരണം തന്നെ എൻ്റെ ആഗ്രഹം. സർക്കാരിനെ കുറിച്ചിട്ട് അഭിപ്രായം എന്ന് വെച്ചാൽ സർക്കാർ മൊത്തത്തിൽ മോശമല്ല, പക്ഷേങ്കിൽ അതിൻ്റെ കുറച്ച് ആൾക്കാരിൽ നിന്ന് കുറച്ച് തെറ്റുകൾ ഇത് വന്നിട്ടുണ്ട്. അത് ശബരിമലയിലത്തെ സ്വർണത്തിൻ്റെ പ്രശ്നം, അതുപോലെ ശബരിമല പ്രശ്നം, ഇതാണ് ആൾക്കാരുടെ ഇടയിൽ കൂടുതൽ അറിയപ്പെടുന്നത്. മറ്റെന്ത് വലിയ ഇത് നടന്നാൽ അത്ര അറിയപ്പെടില്ല. ഇതാണ് മെയിനായിട്ട് നമ്മളെ എല്ലാ സമുദായത്തിൻ്റെ ഇടയിൽ തന്നെ വലിയൊരു ഇതായിട്ട് ഫോൾട്ടായിട്ട് നെഗറ്റീവായിട്ട് കാണുന്നത്. മീഡിയ വഴിയും എല്ലാം വരുന്നത് ആൾക്കാർ ഇടതുപക്ഷം വരാൻ ചാൻസ് കുറവെന്നാണ് അറിയപ്പെടുന്നത്. ചിലപ്പോൾ ഇത് മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്കൂട്ടലിൽ വരുന്നു. കാരണങ്ങൾ പൊതുവെ 10 കൊല്ലമായി ഭരിക്കുന്നു, അതുകൊണ്ട് പൊതുവെ ജനങ്ങൾക്കൊരിത് കാണുന്നുണ്ട്. അത് പോലെ ആ വികസനത്തിൽ മോശമൊന്നുമല്ല, മറ്റു രീതിയിൽ കുറച്ച് ജനങ്ങൾക്കൊരു മടുപ്പ്. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിലെ ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ അസൗകര്യങ്ങളുടെ നടുവിലാണ്. 2000-ഓളം മത്സ്യത്തൊഴിലാളികളാണ് ചാലിയത്തെ ആശ്രയിക്കുന്നത്. അതേസമയം ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്കുള്ള ജങ്കാർ യാത്ര വിപുലീകരിക്കാതെ വികസനം വിദൂരതയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. മലബാറിലെ പ്രധാന പരമ്പരാഗത മത്സ്യവിപണന കേന്ദ്രമാണ് ചാലിയത്തുള്ളത്. ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നാണ് പേരെങ്കിലും മഴയും വെയിലുമേറ്റാണ് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നത്. ചാലിയത്ത് തോണികൾ അടുപ്പിക്കാൻ കഴിയാത്തതും പ്രതിസന്ധിയാണ്. 10-20 വർഷത്തെക്കാളും 25 വർഷത്തോളം ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഇപ്പോഴും ചളിയും മറ്റും നിറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ പിന്നോട്ടാണ് ഈ മണ്ഡലം എന്നുള്ളതാണ്. മാറ്റത്തിന് വേണ്ടി ബേപ്പൂർ കൊതിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കോ മറ്റ് ക്ഷേമങ്ങൾക്കോ ഒരു ഇതുമില്ല, ഒന്നും കിട്ടിയിട്ടില്ല. മത്സ്യം സൂക്ഷിക്കാനോ സംസ്കരിക്കാനോ ഉള്ള മറ്റു മാർഗങ്ങളുമില്ല. ചാലിയത്ത് 100ഓളം ഫൈബർ ബോട്ടുകളും 300ഓളം ചെറുകിട വള്ളങ്ങളും ലാൻഡിംഗ് സെന്ററിൽ എത്തുന്നുണ്ട്. വനം വകുപ്പിന്റെ റിസർവ് ഭൂമിയിലാണ് ഫിഷ് ലാൻഡിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം ഭൂമി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങളാണ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് തടസ്സമാകുന്നത്. ബേപ്പൂരിൽ നിന്നും ചാലിയത്തേക്കെത്താൻ എളുപ്പവഴിയായ ജങ്കാർ സർവീസ് പലപ്പോഴും മുടങ്ങാറുണ്ട്. കടലുണ്ടി പഞ്ചായത്തിനാണ് ജങ്കാർ സർവീസിന്റെ നടത്തിപ്പ് ചുമതല.
എന്നാൽ ജങ്കാർ അടുപ്പിക്കുന്നതിനാവശ്യമായ ബോട്ട് ജെട്ടി നിർമ്മിക്കാത്തതാണ് വലിയ ജങ്കാറുകൾക്ക് തടസ്സമാകുന്നത്. ഡബിൾ എഞ്ചിനുള്ള റോഡ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പോൾ പഴയ തന്നെയാണ്, പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഓടുന്നത്. അത്യാവശ്യമായിട്ട് വേണ്ടത് ഇവിടെ നിലവിലൊരു പാലമാണ്. നമ്മൾ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കോഴിക്കോടിന് ഏറ്റവും അടുത്ത് കോഴിക്കോടിൻ്റെ കോസ്റ്റൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്. ബേപ്പൂര് ഏതോ കാലത്ത് ഒരു പോർട്ട് വരിക എന്നുള്ളത് ജനങ്ങളെ വലിയൊരു അഭിലാഷമായിരുന്നു. അതിനുവേണ്ടി അഹോരാത്രം പലവരും ശ്രമങ്ങൾ നടത്തിയിട്ടും ഒന്നും വന്നിട്ടില്ല. ചാലിയത്തിന്റെ വികസനത്തിന് ഫിഷ് ലാൻഡിംഗ് സെന്ററും സുഗമമായ ജങ്കാർ സർവീസും അനിവാര്യമാണെന്നും തെരഞ്ഞെടുപ്പിൽ ഇതും ചർച്ചയാകുമെന്നും ജനങ്ങൾ പറയുന്നു. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം വൃക്ക രോഗികളെയും രോഗാവസ്ഥയിലേക്ക് നയിച്ചത് അനിയന്ത്രിതമായ പ്രമേഹമാണ്. പ്രാരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാത്തതിനാൽ വൃക്കരോഗം നേരത്തെ കണ്ടെത്താൻ പരിശോധനകൾ ആവശ്യമായി വരുന്നു. ഇന്ന് ലോക വൃക്ക ദിനത്തിൽ വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സ്വീകരിക്കേണ്ട ജീവിതശൈലിയെക്കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് ആർ നായർ സംസാരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ രാജേഷ് നായർ, അമൃത ഹോസ്പിറ്റലിലെ വൃക്ക രോഗ വിഭാഗം മേധാവിയാണ്. ഇന്ന് ലോക വൃക്ക ദിനമാണ്. ഈ വർഷത്തെ വൃക്ക ദിനത്തിൻ്റെ പ്രമേയം കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, കെയറിംഗ് ഫോർ പീപ്പിൾ, പ്രൊട്ടക്റ്റിംഗ് ദി പ്ലാനറ്റ്. ഇതാണ്. പലപ്പോഴും വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകാറേയില്ല. അതുകൊണ്ട് തന്നെ രോഗനിർണയം ടെസ്റ്റുകൾ വഴി, പരിശോധന വഴി നേരത്തെ കണ്ടുപിടിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, പ്രധാനപ്പെട്ട വൃക്ക സംബന്ധമായിട്ട് അസുഖം വരാനുള്ള കാരണം പ്രമേഹം തന്നെയാണ്. കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൃക്ക സംബന്ധമായിട്ട് പ്രമേഹം കാരണം വരുന്ന അസുഖങ്ങളുടെ പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. പ്രമേഹം വരാതിരിക്കുക, പ്രമേഹം വരികയാണെങ്കിൽ നേരത്തെ അത് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. പിന്നെയുള്ള രക്തസമ്മർദ്ദം, അതും ഒരു നിശബ്ദ കൊലയാളിയാണ്. നേരത്തെ അത് കണ്ടുപിടിക്കുക, അത് നിയന്ത്രിക്കുക. 60 മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള പള്ളിവാസൽ വിപുലീകരണ പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. 153.9 ദശലക്ഷം യൂണിറ്റ് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയിൽ 30 മെഗാവാട്ട് വീതം ശേഷിയുള്ള 2 ജനറേറ്ററുകളാണുള്ളത്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പദ്ധതിയുടെ ജലാശയത്തിലെ അധിക ജലലഭ്യത പ്രയോജനപ്പെടുത്തുകയാണ് വിപുലീകരണ പദ്ധതിയുടെ ലക്ഷ്യം. മലപ്പുറം കാവനൂരിൽ വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ചു. ചെരങ്ങാടുകുണ്ട് പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. വാഴക്കാട് സ്വദേശികളായ അബ്ദുൾ അസീസ്, ഭാര്യ സൗദ ബീവി എന്നിവരാണ് മരിച്ചത്. ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറിന് പുറകിൽ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറിച്ചു വീണു. ദേഹത്തൂടെ കാർ കയറി ഇറങ്ങി. ഇന്നലെ ഉച്ചയോടെയായിരുന്നു അപകടം. അസീസ് ചികിത്സയിലിരിക്കെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചും സൗദ ബീവി കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് മരിച്ചത്. കാർ ഡ്രൈവറെ പ്രതിയാക്കി അരീക്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മലപ്പുറം ആദവനാട് ലോറി കോറിയിൽ വീണതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഡ്രൈവർ ജാഫർ മരിച്ചു. മലപ്പുറം ചെങ്ങോട്ടൂർ സ്വദേശിയായിരുന്നു ജാഫർ. ലോറിയിലുണ്ടായിരുന്ന സഹായി മുസ്തഫ അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. ഫെബ്രുവരി 20-നായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ലോറി ക്വാറി കുളത്തിലേക്ക് മറിയുകയായിരുന്നു. ആലപ്പുഴ പള്ളാത്തുരുത്തിയിൽ ഹൗസ് ബോട്ടിന് തീപിടിച്ചു. തീ ആളിപ്പടർന്നോടെ ബോട്ടിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. തീപിടിക്കാനുള്ള കാരണം വ്യക്തമല്ല. ബോട്ട് പൂർണ്ണമായും കത്തിനശിച്ചു. എറണാകുളം ചെല്ലാനത്ത് ചുഴലിക്കാറ്റിൽ 5 വീടുകൾ തകർന്നു. നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വെളുപ്പിന് 2 മണിയോടെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ കണ്ടക്കടവ് കാർത്യായനി അമ്പലത്തിന് സമീപമുള്ള 5 വീടുകളാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. വീട് തകർന്നവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. കിഫ്ബി എന്ന വികസന വിപ്ലവം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് തിരുവല്ല മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഇന്നെത്തിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം എന്നീ മേഖലകളിലെല്ലാം തിരുവല്ല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. തിരുവല്ല ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. വഴികളിൽ തുടങ്ങിയ ഈ വിപ്ലവം വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും വീട്ടുമുറ്റത്തെ കുടിവെള്ള പൈപ്പുകളിലും വരെ എത്തി നിൽക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കിഫ്ബി പദ്ധതികൾ കൊണ്ട് മണ്ഡലത്തിന്റെ ഓരോ മുക്കും മൂലയും നവീകരിക്കപ്പെട്ടിരിക്കുന്നു.
കേരളത്തിന്റെ തന്നെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആദ്യ കിഫ്ബി റോഡായി അമ്പലപ്പുഴ തിരുവല്ല പാത മാറിയപ്പോൾ അത് ഒരു മണ്ഡലത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുകയായിരുന്നു. യാത്രക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള ദുരിതത്തിന് അറുതി വരുത്തിക്കൊണ്ട് ആധുനിക നിലവാരത്തിൽ ഈ റോഡ് നവീകരിച്ചത് മാത്യു ടി തോമസ് MLA നിരന്തരമായ ഇടപെടലുകളുടെ ഫലമാണ്. ഇതിനു പുറമെ മുത്തൂർ കുറ്റൂർ കിഴക്കൻ മുത്തൂർ റോഡ് BM&BC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കി. കാവുംഭാഗം ഇടിഞ്ഞില്ലം റോഡും ഇന്ന് അത്യാധുനിക നിലവാരത്തിലാണ്. ചങ്ങനാശ്ശേരി കവിയൂർ റോഡിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുമ്പോൾ തിരുവല്ല മല്ലപ്പള്ളി ചേലക്കോട് റോഡിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് പ്രഖ്യാപിച്ച നിരവധി കിഫ്ബി പദ്ധതികളിൽ വലിയ ഒരു പങ്ക് കിട്ടിയ പ്രദേശമാണ് തിരുവല്ല അസംബ്ലി നിയോജകമണ്ഡലം. സംസ്ഥാനത്തെ ആദ്യത്തെ കിഫ്ബി റോഡ് തിരുവല്ല അമ്പലപ്പുഴ റോഡാണ്. 128 കോടി രൂപയാണ് ആ നിർമ്മാണത്തിന് വേണ്ടി ആകെ ചിലവാക്കിയത്. അതിൽ തിരുവല്ലയുടെ ഭാഗം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്കാണ് ആ തുക ചെലവഴിച്ച് ആദ്യത്തെ കിഫ്ബി പദ്ധതി തിരുവല്ലയിലാണ് നടപ്പിലാക്കിയത്. നിരവധിയായ റോഡുകൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തു. നമ്മുടെ ബൈപ്പാസിന് സമാന്തരമായി മറ്റൊരു ബൈപ്പാസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറ്റൂരിൽ നിന്ന് മനക്കച്ചിറ എന്ന് കിഴക്കമ്പത്തൂർ നിന്ന് മുത്തൂർ ഈ റോഡുകൾ കിഫ്ബി പദ്ധതിയിൽ പൂർത്തീകരിച്ചു. മറ്റൊരു ബൈപ്പാസായി ഇന്ന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാവുംഭാഗം ഇടിഞ്ഞിലം റോഡ്, ഇടിഞ്ഞിലത്ത് പുതിയ പാലം ഉൾപ്പെടെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിന് 83 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. അതിന് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് പല ആളുകൾ 68 ആളുകൾ കോടതിയിൽ കേസ് പോയത് മൂലം സ്ഥലമെടുപ്പ് നടപടികൾ വൈകിയെങ്കിലും സ്ഥലമെടുപ്പ് അടക്കമുള്ള പുതിയ റോഡ് നിർമ്മാണത്തിന് വീതിയിൽ 12 മീറ്റർ വീതിയിൽ തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് നിർമ്മിക്കുന്നതിന് 83 കോടി രൂപയുടെ സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാമൂഹികാഘാത പഠനം കഴിഞ്ഞു. 4-1 നോട്ടിഫിക്കേഷൻ ശേഷം സാമൂഹിക പഠനവും പിന്നീട് 21 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് സർവേ സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചിരിക്കുന്നു. 6 ഏക്കർ സ്ഥലമാണ് ആ റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 5 വില്ലേജുകളും കോട്ടയം ജില്ലയിലെ 2 വില്ലേജ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെയാണ് സർവേ പൂർത്തീകരിച്ച് അതിൻ്റെ വില നിർണ്ണയ നടപടിയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മണിമലയാറിന് കുറുകെ പത്തനംതിട്ടയെയും ആലപ്പുഴയെയും ബന്ധിപ്പിക്കുന്ന ചാത്തങ്കരി കോൺകോട് പാലം യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ്. ഇതിനൊപ്പം പാറക്കടവ് പാലത്തിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വിപുലമായ പൈപ്പ് ലൈൻ വിപുലീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തിരുവല്ല നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളം തടസ്സമില്ലാതെ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടന്നുവരുന്നു. കുടിവെള്ള മേഖലയിൽ തിരുവല്ല ചങ്ങനാശ്ശേരി നഗരസഭകൾക്ക് വേണ്ടി 54 കോടി രൂപയുടെ ഒരു പുതിയ വിപുലീകരണ പദ്ധതി അത് പൂർത്തീകരിച്ചതുകൊണ്ടാണ് തിരുവല്ല നഗരത്തിലിപ്പോൾ നേരത്തേനേക്കാൾ കൂടുതൽ ക്രമമായി വെള്ളം കൊടുക്കുന്ന ഒരു സാഹചര്യം സംജാതമാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. വിദ്യാഭ്യാസമാണ് ഒരു ജനതയുടെ കരുത്ത്. ആ കരുത്തിന് അടിത്തറപ്പാകാൻ മാത്യു ടി തോമസ് MLA നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കടപ്ര കണ്ണശ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അത്യാധുനികമായ പുതിയ കെട്ടിട സമുച്ചയം ഇന്ന് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു നാഴികക്കല്ലായ വെണ്ണിക്കുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു. കുന്നന്താനം സെന്റ് മേരീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖച്ഛായയും മാറുകയാണ്. 3 കോടി രൂപയുടെ പുതിയ കെട്ടിട നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി മുഖേന നടപ്പാക്കുന്ന പ്രധാന പദ്ധതി എന്ന് പറയുന്നത് കണ്ണശ സ്കൂളിൽ 5 കോടി രൂപയുടെ കെട്ടിടം നമ്മൾ പൂർത്തീകരിച്ചു. സെന്റ് മേരീസ് സ്കൂൾ നമ്മുടെ കുന്നന്താനം പഞ്ചായത്തിലെ പാലക്കത്തകടിയിലുള്ള സെന്റ് മേരീസ് സ്കൂളിൽ 3 കോടിയുടെ പദ്ധതി അതും പൂർത്തീകരിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബിയുടെ നിരവധിയായ പദ്ധതികൾ. ഒപ്പം വെണ്ണിക്കുളം പോളിടെക്നിക്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പണിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പോളിടെക്നിക്കിലെ സ്ഥലപരിമിതികൾ പരിഹരിക്കാൻ വേണ്ടി ആ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. തിരുവല്ല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന ആധുനിക ഡയാലിസിസ് സെന്റർ സാധാരണക്കാരായ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ആശുപത്രിയുടെ സമഗ്രമായ നവീകരണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കുന്നു. കൂടാതെ മല്ലപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിന്റെ പുതിയ മുഖത്തിനായുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ 50 കോടി രൂപയ്ക്ക് ഒരു ബൃഹത് നിലയം പണിതുകൊണ്ടിരിക്കുകയാണ്. പണി ആരംഭിച്ചു. ഒരാളെങ്കിലും സൊസൈറ്റിയാണ് അതിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണികൾ 1.5 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്.
7 നിലയിൽ ബൃഹത്തായ സംവിധാനങ്ങൾ ഒരുക്കി ലിഫ്റ്റ് സൗകര്യത്തോടു കൂടി മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതാണ് ആ പുതിയ പദ്ധതി. പാറക്കടവിൽ പുതിയ പാലം അതിൻ്റെ നിർമ്മാണം തിങ്കളാഴ്ച ആരംഭിക്കും. നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഓൺലൈൻ മുഖേന നടത്തി. തിങ്കളാഴ്ച മുതൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. അങ്ങനെ നിരവധിയായ പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ കോൺകോട് പാലം, കോതേക്കാട്ട് പാലം അടക്കം അത് ഏറ്റെടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കിഫ്ബി എന്നത് ഒരിക്കലും സാധ്യമാവുകയില്ല എന്ന് കരുതിയിരുന്ന പല പദ്ധതികളും ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് അവസരമൊരുക്കി തന്ന ഒരു പദ്ധതിയായി മാറിയിരിക്കുന്നു. തിരുവല്ലയുടെ വികസനത്തിന് വലിയ നാഴികക്കല്ലായി മാറുന്ന ഒട്ടനവധി പദ്ധതികൾ കിഫ്ബി മുഖേന ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷപൂർവ്വം ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി തിരുമൂലപുരത്ത് സ്ഥാപിക്കപ്പെട്ട വാട്ടർ ടാങ്ക് തിരുവല്ല മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല, അവിടെ നിന്ന് തൊട്ടടുത്തുള്ള തിരുവമുണ്ടൂർ പഞ്ചായത്ത്, ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിലെ തിരുവമുണ്ടൂർ പഞ്ചായത്തും ചങ്ങനാശ്ശേരിയിലേക്കുമുള്ള കുടിവെള്ളം ഉൾപ്പെടെ ആ ടാങ്കിൽ നിന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പർ കുട്ടനാടൻ പ്രദേശമാണ് തിരുവല്ല. വെള്ളമുണ്ട്, പക്ഷേ വെള്ളം എന്നത് അത്ര ശുചിത്വമുള്ള വെള്ളമല്ല അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിൽ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളം ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുകയും പുതിയ പാലങ്ങൾ വന്നു, പുതിയ റോഡുകൾ വന്നു. അതെല്ലാം ഉന്നത നിലവാരത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിനും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായി അത് മുന്നേറുന്നതിനും സാധിച്ചു. തിരുവല്ലയുടെ ഹൃദയഭാഗത്താണ് നമ്മുടെ താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ 4 നിലകൾ പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മുകളിലേക്ക് 3 നില കൂടി വരുമ്പോൾ സമീപ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ ആശുപത്രിയായി നമ്മുടെ താലൂക്ക് ആശുപത്രി വരികയാണ്. യഥാർത്ഥത്തിലൊരു ജനറൽ ആശുപത്രിയുടെ കാറ്റഗറിയിലേക്കാണ് അത് പോകുന്നത്. ഇപ്പോൾ താലൂക്ക് ആശുപത്രികൾ ജനറൽ ആശുപത്രിയായി വികസിപ്പിക്കേണ്ടതില്ലെന്ന സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ അത് ഒരു ജനറൽ ആശുപത്രിയുടെ എല്ലാവിധമായ സൗകര്യങ്ങളും അവിടേക്ക് വന്നിട്ടുണ്ട്. അതിന് ആനുപാതികമായി തന്നെ സ്റ്റാഫിൻ്റെ പാറ്റേൺ കൂടെ പരിഷ്കരിക്കപ്പെടുകയും പുതിയ സ്റ്റാഫ് കൂടെ വരുന്നതോടുകൂടി മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ഒരു ആശുപത്രി സമുച്ചയഘട്ടമായി അത് മാറ്റപ്പെടും. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് തെളിയിക്കുകയാണ് മാത്യു ടി തോമസ് MLA. ഓരോ രൂപയും നാടിന്റെ വികസനത്തിനായി കൃത്യമായി വിനിയോഗിക്കുമ്പോൾ തിരുവല്ല മാറുകയാണ്. നവകേരളത്തിന്റെ ഒരു തിളങ്ങുന്ന മാതൃകയായി വികസനത്തിന്റെ ഈ പ്രയാണം ഇനിയും തുടരും. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് ഇന്നത്തെ വിപണിയിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ക്രൂഡ് ഓയിൽ വിലയിൽ വീണ്ടും വർധനവുണ്ടായതോടുകൂടെ ലോക വിപണികളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പന ഇന്നലെ മിക്ക വിപണികളെയും നഷ്ടത്തിലാക്കി. ഇന്ത്യൻ വിപണിയിലും ഇന്നലെ വിൽപ്പന തന്നെയായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം 24,000 എന്ന നിലവാരത്തിന് താഴേക്ക് മുൻനിര സൂചികയെ നിഫ്റ്റി എത്തുകയും ആ നിലവാരത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിലിന് ശേഷം ആദ്യമായാണ് 24,000 താഴേക്ക് മുൻനിര സൂചികയായി നിഫ്റ്റി എത്തുന്നത്. സാങ്കേതികമായി ഇത് വിൽപ്പന തുറന്നേക്കുമെന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഒട്ടുമിക്ക മേഖലകളിലും ഇന്നലെ വിൽപ്പന തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് മേഖലയിലാണ് വലിയ വിൽപ്പന ഉണ്ടായത്. മുൻനിര ഓഹരികളിലെല്ലാം വിൽപ്പന തുടരുകയും ചെയ്തു. വരും ദിവസങ്ങളിലും ഈ രീതിയിൽ ഒരു വിൽപ്പന തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഇടിവാണ് ഇപ്പോൾ വിപണി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് സമവായത്തിലേക്ക് നീങ്ങുന്ന ഒരു വാർത്ത ഉണ്ടാവുകയോ ആ ഒരു നീക്കം ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി എണ്ണവിലയിൽ ഒരു സ്ഥിരത കൈവരിക്കപ്പെടൂ. അതുവരെ വിപണിയിൽ ഈ രീതിയിലുള്ള ഒരു വിൽപ്പന തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ വിൽപ്പന തുടരുക തന്നെയാണ്. ഇന്നലെയും 6,000 കോടിയിലധികം രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഒരു പരിധിവരെ ഈ ഒരു വിൽപ്പനയെ പ്രതിരോധിക്കുന്ന തരത്തിൽ വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നുണ്ടെങ്കിൽ കൂടിയും ചെറുകിട നിക്ഷേപകരും വിപണിയിൽ വിറ്റൊഴിയുന്നതാണ് വിപണിയെ ഈ ഒരു നഷ്ടത്തിലേക്ക് നീക്കുന്നത്. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാം. 23,800 എന്നുള്ള നിലവാരമാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നിലവാരമായി കണക്കാക്കുന്നത്. ആ നിലവാരത്തിന് താഴേക്ക് നീങ്ങി വ്യാപാരം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയ തോതിലൊരു വിൽപ്പനയ്ക്ക് സാഹചര്യം ഉണ്ടാക്കിയേക്കാം. എങ്കിൽ കൂടിയും നിലവിലെ സാഹചര്യത്തിൽ ആഗോള ഘടകങ്ങൾ, ആഗോള വിപണികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ നമ്മുടെ വിപണിക്ക് പ്രോത്സാഹനമാകുകയും ചെയ്യും. എന്തായാലും ഇന്ന് നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. കെ ദിലീപാണ് വിപണിയുടെ വിലയിരുത്തൽ നൽകിയത്. ജീവജലത്തിന് ഒരു മൺപാത്രം 14-ാം വർഷത്തിലേക്ക്. പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്ന മൺപാത്രങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. 2 ലക്ഷം മൺപാത്രങ്ങളാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്തിട്ടുള്ളത്.
പദ്ധതിയിലൂടെ ശ്രീമൻ നാരായണൻ മിഷൻ ആരംഭിച്ച ജീവജലത്തിന് ഒരു മൺപാത്രം പദ്ധതി 14ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വേനൽക്കാലത്ത് പക്ഷികൾക്ക് കുടിവെള്ളം പകർന്നു വെക്കാനുള്ള മൺപാത്രങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഈ പദ്ധതി പ്രകാരം കഴിഞ്ഞ വർഷം വരെ 2 ലക്ഷം മൺപാത്രങ്ങൾ കേരളത്തിലും പുറത്തുമായി വിതരണം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി വിതരണം ചെയ്യാൻ മൺപാത്രങ്ങളുമായി പോകുന്ന വാഹന മഹാപരിക്രമണം മുപ്പത്തടം മുതുകാട് ക്ഷേത്ര മൈതാനിയിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കിളികളുടെ ചൂടുകാലത്ത് വെള്ളം വേണമെന്നുള്ള കാഴ്ചപ്പാടോടെയാണ് അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഈ നാടിനാകെ അഭിമാനമാണ്. 10 ദിവസം കൊണ്ട് 14 ജില്ലകളിലും പാത്രങ്ങൾ വിതരണം ചെയ്യുമെന്ന് ശ്രീമൻ നാരായണൻ പറഞ്ഞു. 1,11,111 മൺപാത്രം ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് നമ്മൾ സമർപ്പിക്കുകയുണ്ടായി. ദശലക്ഷക്കണക്കിന് പക്ഷികൾക്കാണ് ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിച്ചിട്ടുള്ളത്. 10,000 പക്ഷികൾക്ക് അതിജീവനവും സാധ്യമായി. അമൃത ന്യൂസ്, കൊച്ചി. UEFA ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ പ്രീ ക്വാർട്ടറിൽ റയൽ മാഡ്രിഡിന് ജയം. മാഞ്ചസ്റ്റർ സിറ്റി എതിരില്ലാത്ത 3 ഗോളിന് തകർത്തു. സമീപകാലത്തെ ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനങ്ങളൊന്നായിരുന്നു യൂറോപ്യൻ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്. ഫെഡറിക്കോ വാൽവെർഡെയുടെ ഉജ്ജ്വലമായ ഹാട്രിക്കാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തത്. 22 മിനിറ്റുകൾക്കിടയിൽ വാൽവെർഡെ നേടിയ 3 ഗോളുകളാണ് നിർണായകമായത്. മറ്റൊരു മത്സരത്തിൽ ചെൽസിക്കെതിരെ PSG ജയം. 5-2 PSG ജയം. ആവേശകരമായ ആദ്യ പോരാട്ടത്തിൽ ബെയർ ലെവർകൂസനും ആഴ്സണലും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. സ്വന്തം തട്ടകമായ ബെയർ അരീനയിൽ ലെവർകൂസൻ ഉയർത്തിയ കടുത്ത വെല്ലുവിളിയെ 89ാം മിനിറ്റിൽ പെനാൽറ്റി ഗോളിലൂടെയാണ് ആഴ്സണൽ മറികടന്നത്. ICC 2020 ബാറ്റിംഗ് റാങ്കിങ്ങിൽ നേട്ടവുമായി സഞ്ജു സാംസൺ. ലോകകപ്പിന് പിന്നാലെ ICC പുറത്തിറക്കിയ റാങ്കിങ്ങിൽ 18 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ സഞ്ജു കരിയറിലെ ഏറ്റവും മികച്ച റാങ്കായി 22ാം സ്ഥാനത്തെത്തി. ലോകകപ്പിന് തൊട്ടുമുമ്പ് ന്യൂസിലൻഡിന് എതിരായ 5 മത്സര T20 പരമ്പരയിൽ നിരാശപ്പെടുത്തിയതോടെ ബാറ്റിംഗ് റാങ്കിങ്ങിൽ സഞ്ജു 65ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. നിരവധി വാർത്തകളുടെ അപ്ഡേഷൻസ് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്.